നിങ്ങളുടെ അടുത്ത് MIയുടെ X10 വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എറർ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. ദ ഫിൽറ്റർ മേ നോട്ട് ബി ഡ്രൈ ഓർ ബ്ലോക്ക്ഡ്. നിങ്ങളുടെ ഫിൽറ്റർ ഡ്രൈ അല്ല അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആണെന്ന് ഈ മെസ്സേജ് വരുമ്പം അതിനെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, എന്താ റെസൊല്യൂഷൻ, ഈ വീഡിയോയിൽ നമ്മൾ അത് നോക്കാൻ പോകാം. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സൊല്യൂഷൻ നോക്കുന്ന മുമ്പേ നമ്മൾ സംസാരിക്കാം ഈ ഇഷ്യൂ എന്തിനാണ് നമ്മൾക്ക് വരുന്നതെന്ന്. സോ ബേസിക്കലി 2 റീസൺ ഉണ്ട്. വൺ, വെള്ളം തന്നെ. സോ ചില സമയം നമ്മളുടെ വാക്യൂം ക്ലീനർ പോകുമ്പം കുറച്ചൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കുറച്ചൊക്കെ അത് സക്ക് ചെയ്യും. അത് പോയിട്ട് നമ്മളുടെ പേപ്പർ ഫിൽറ്ററിൽ ടച്ച് ചെയ്യുമ്പം ആ പേപ്പർ ഫിൽറ്റർ നനഞ്ഞു പോകുമ്പം അതിൻ്റെ അകത്തുനിന്ന് കാറ്റ് നല്ലപോലെ പോവില്ല, പിന്നെ അത് ബ്ലോക്ക് ആയി പോകും. സോ ആ സമയം നിങ്ങൾക്ക് ഈ ഇഷ്യൂ വരും. സെക്കൻഡ്, ഈ പേപ്പർ ഫിൽറ്റർ നമ്മളുടെ ഫൈൻ ഡസ്റ്റിനെ കളക്ട് ചെയ്യാനായിട്ടാണ്. ആ ഡസ്റ്റിനെ കളക്ട് ചെയ്ത് ഒത്തിരി ഡസ്റ്റ് ആയി പോകുമ്പം ഒരു മെഷ് ഫിൽറ്റർ ഉണ്ട്, പിന്നെ ഈ പേപ്പർ ഫിൽറ്റർ ഉണ്ട്. അതിൻ്റെ നടുക്കിൽ ഒത്തിരി ഈ മൈന്യൂട്ട് ഡസ്റ്റ് കളക്ട് ആകുമ്പം പിന്നെ എയർ ഫ്ലോ വരാൻ സ്റ്റോപ്പ് ആവും, അത് നല്ലപോലെ പോവില്ല. ആ സമയം നമ്മൾക്ക് ഈ ഇഷ്യൂ വരും. സോ ബേസിക്കലി നമ്മളുടെ വാക്യൂം ക്ലീനർ ഓടുമ്പം അത് താരന്ന് കാറ്റ് പുല്ല് ചെയ്യുക, പിന്നെ പുറകെ നിന്ന് വെളിയിൽ ഇടുക. സോ ബേസിക്കലി ആ ഫ്ലോയിൽ നമ്മൾക്ക് വാക്യൂം ക്ലീനർ നോക്കും, ഇപ്പം എനിക്ക് സക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവുന്നു, എനിക്ക് നല്ലപോലെ കാറ്റ് കിട്ടുന്നില്ല. ആ സമയം നിങ്ങൾക്ക് ഈ ഇഷ്യൂ വരും. ഇപ്പം നോക്കാം ഇതിനെ ഫിക്സ് എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് നോക്കാം ഈ ഇഷ്യൂനെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾക്ക് വാക്യൂം ക്ലീനറിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡസ്റ്റ് കളക്ടർ അതിനെ റിമൂവ് ചെയ്യണം. അതെടുത്തിട്ട് നമ്മൾക്ക് ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യണം. ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യാനായിട്ട് അവിടെ ഒരു നോച്ച് ഉണ്ട്, അത് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ തുറന്ന ഫിൽറ്റർ വെളിയിൽ വരും. ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, ഈ ക്ലീനിങ് ചെയ്യുമ്പം വാഷ്റൂം അല്ലെങ്കിൽ ഒരു കാറ്റില്ലാത്ത സ്ഥലത്ത് ഇത് ഓപ്പൺ ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ഡസ്റ്റ് വെളിയിൽ വരാൻ പോവുക, അതും ഫൈൻ മൈന്യൂട്ട് ഡസ്റ്റ്. നിങ്ങൾക്ക് ആസ്തമ, ഡസ്റ്റ് അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഡേഞ്ചറസ് ആണ്. സോ പ്ലീസ് ഒരു മാസ്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തുണി കെട്ടിയിട്ട് ഇത് ചെയ്യണം. സോ ഇത് റിമൂവ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ഡസ്റ്റ് വെളിയിൽ വരുന്നു. ഈ എറർ വരുമ്പം കാറ്റ് ചോക്ക് ആവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് ഒത്തിരി ഡസ്റ്റ് ഉണ്ട്. സോ ആ ഡസ്റ്റ് ചുമ്മാ വാഷ് ചെയ്തിട്ട് വെള്ളം ഇട്ടിട്ട് റിമൂവ് ചെയ്യണം. അത് എടുത്തിട്ട് ചുമ്മാ ത്രോ ചെയ്യാൻ നോക്കരുത്, കളയാൻ നോക്കരുത്. കാരണം അത് എല്ലാ സ്ഥലത്തും പറന്നു പോകും, പിന്നെ എല്ലാം പിന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അത് കാരണം വാഷ്റൂം ബെസ്റ്റ് സ്ഥലമാണ്. അവിടെ ഡസ്റ്റ് വീണാലും ചുമ്മാ വെള്ളം ഇട്ടിട്ട് എല്ലാം പോയി. സോ ഇപ്പം ഈ ഫിൽറ്ററിനെ ക്ലീൻ ചെയ്യുമ്പം ചുമ്മാ ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ക്ലീൻ ചെയ്ത് ടാപ്പ് ചെയ്താലും ഓക്കെയാണ്. ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ മറ്റേ വാക്യൂം ക്ലീനറുടെ ഫിൽറ്ററിൽ. പക്ഷേ ബ്രഷ് യൂസ് ചെയ്യുമ്പം ഇത് പേപ്പറാണ്. സോ പേപ്പറുടെ കുറച്ചൊക്കെ അങ്ങനെ വെളിയിൽ വരാൻ തുടങ്ങും. സോ അത് ഡാമേജ് ആവാതെ ഇരിക്കാനായിട്ട് ഞാൻ ചുമ്മാ കൈ കൊണ്ട് അത് ക്ലീൻ ചെയ്യും. പിന്നെ ഫിൽറ്റർ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. നമ്മൾക്ക് മാർക്കറ്റിൽ ഇപ്പം ആമസോണിലൊക്കെ ഒത്തിരി ഈസിലി കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. ഇതിൻ്റെ ഫിൽറ്റർ, ഇതിൻ്റെ റോളർ, ഇതിൻ്റെ എല്ലാ സാധനവും ഇപ്പം ആമസോണിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പനിയുടെ തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, തേർഡ് പാർട്ടിയും ഒത്തിരി ഉണ്ട്. സോ ചുമ്മാ ബ്രഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ബോക്സിനെയും നല്ലപോലെ ക്ലീൻ ചെയ്യണം, കളക്ടറിന്. ഇതും ഒരു ട്രാപ്പ് ഡോർ ഉണ്ട്, അങ്ങനെ തുറന്നിട്ട് ഇത് നല്ലപോലെ അകത്തുനിന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഇത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഈ വാക്യൂം സർക്കുലേഷന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് കാറ്റ് അകത്ത് വരും, ഒരു സ്ഥലത്തുനിന്ന് കാറ്റ് വെളിയിൽ പോകും. സോ ആ ഡോറിനെ, ആ ട്രാപ്പ് ഡോറിനെ ക്ലോസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിൻ്റെ അവിടെ ഒത്തിരി മെറ്റൽ സാധനങ്ങളൊക്കെ കളക്ട് ആവാൻ തുടങ്ങും. സോ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും മെറ്റൽ സ്ക്രൂസും അതൊക്കെ പോയാൽ, വാക്യൂം സക്ക് ചെയ്താൽ ചുമ്മാ അത് തുറന്ന് ആ സൈഡിൽ എനിക്ക് കാണാം എല്ലാം അവിടെ കളക്റ്റഡ് ആണ്. സോ അത് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അത് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുമ്പം പോവില്ല, നിങ്ങൾക്ക് കൈ ഇട്ടിട്ട് ആ സ്ക്രൂസും എല്ലാ സാധനവും വെളിയിൽ എടുക്കേണ്ടി വരും. സോ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനെ
വെളിയിൽ വെക്കണം, ഇതിനെ നല്ലപോലെ ഡ്രൈ ചെയ്യണം സൺലൈറ്റിൽ. ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് വാക്യൂം ക്ലീനറിനകത്ത് ഇടാം. ഇത് ഡ്രൈ ആയില്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വെറ്റ് ഇത് ഇട്ടാൽ ആ വെറ്റ് പേപ്പർ ഫിൽറ്ററിൽ ഡസ്റ്റ് പോയിട്ടിരിക്കുമ്പം ഇത് ഒരു ഫൈൻ മൈന്യൂട്ട് ഡസ്റ്റാണ്. ആ ഫൈൻ മൈന്യൂട്ട് ഡസ്റ്റ് വെറ്റ് സർഫേസിൽ പോകുമ്പം എല്ലാം കളക്ട് ആയിട്ട് അത് ക്ലേനെ പോലെ ആവും. പിന്നെ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഫിൽറ്ററിനെ ബ്ലോക്ക് ആക്കും. പിന്നെ നിങ്ങൾ വാഷ് ചെയ്ത ഒരു യൂസ് ഇല്ല. അത് നല്ലപോലെ ക്ലേ പോലെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ക്ലേ പോട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സാൻഡ് ഇട്ടിട്ട് അതിന് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ക്ലേ പോട്ടായി. അത് തന്നെ ഇവിടെയും. സോ പ്ലീസ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടേ ഇത് തിരിച്ച് ഇടാവുള്ളൂ. ചുമ്മാ വെറ്റ് ഫിൽറ്റർ ഇട്ടിട്ട് യൂസ് ചെയ്യരുത്. സോ വെറ്റ് ഫിൽറ്റർ യൂസ് ചെയ്താൽ നമ്മളുടെ മെഷീനിനും വേണ്ടിയിട്ടും നല്ലതല്ല. സോ അത് ഓർമ്മ വയ്ക്കണം. എന്നാൽ അത്രേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വാക്യൂം ക്ലീനർ ശരിയായി, ഒരു ഇഷ്യൂ വരില്ല. പിന്നെ ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പം നിങ്ങൾക്കറിയാം തുറന്ന് ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് തിരിച്ചിടണം. അത്രേ ഉള്ളൂ. സോ ഇതാണ് അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ റോളേഴ്സും ബാക്കി സെൻസേഴ്സിനൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോസും ഉണ്ട്. വാക്യൂം മോപ്പി പിന്നെ ഇതും ഏതാണ് നിങ്ങൾക്ക് വേണ്ടി നല്ലത്, എല്ലാ വേറെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണിനെയും പ്രസ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനും വരും. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.